കുംഭമേള കാണാനുള്ളൊരു അവസരമാണ്, ആരും മിസ് ചെയ്യരുത്. ഞങ്ങൾക്കൊരു ചെറിയൊരു അടുക്കള മാത്രം മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് 11 ദിവസമാണ്. ഇതുവരെ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി ഇന്നിപ്പോൾ നാഗ്പൂരിലാണ് നിൽക്കുന്നത്. ഇതുവരെ നമ്മൾ സിറ്റിയിലോട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു ഫുള്ള്. എന്താവുമെന്നൊന്നും അറിയില്ല, ഭയങ്കര ഒരു സന്തോഷത്തിൽ നിൽക്കുക. പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഈ വർഷത്തെ കുംഭമേളയ്ക്ക് പോയാലോ എന്ന്. പക്ഷേ അതിനിടയ്ക്ക് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നെല്ലാം മുടങ്ങി പോയാലും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് നമ്മൾ വാരണാസി കുംഭമേള മാത്രമേ പ്ലാൻ ചെയ്തുള്ളൂ. പിന്നീടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ ഓൾ ഇന്ത്യ ആക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പാക്കി മാറ്റിയതാണ്. കുംഭമേള കാണാനുള്ളൊരു അവസരമാണ്, ആരും മിസ് ചെയ്യരുത്. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം. മാക്സിമം നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മാക്സിമം നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ നേരെ ലഡാക്ക്, കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പിന്നീടുള്ളത്. ലഡാക്കും കാശ്മീരൊക്കെ നമ്മൾ പണ്ട് പോലെയുള്ളൊരു സ്വപ്നമാണ്. ഞാൻ ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് ബുള്ളറ്റിനകത്ത് കയറിയിരുന്ന ആദ്യം, ഞാനെന്നല്ല ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഒരു ബുള്ളറ്റിനകത്ത് കയറിയിരുന്ന ആദ്യം പറയുന്നൊരു ഡയലോഗാണ് ലഡാക്കിലൊരു ട്രിപ്പ് പോകണമെന്ന്. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ബുള്ളറ്റിനകത്തൊക്കെ ലഡാക്കിലൊരു ട്രിപ്പ് പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നടക്കത്തില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം കാറിൽ വന്നിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ബുള്ളറ്റിലൊക്കെ ലഡാക്കിൽ പോകുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. എന്തൊക്കെ മിസ് ചെയ്താലും നിങ്ങൾ കുംഭമേള ഒരിക്കലും മിസ് ചെയ്യരുത്. കുംഭമേള കാണാൻ നിങ്ങൾ ഉറപ്പായിട്ടും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ വണ്ടി ഏകദേശം ചാർജ് ആവാറായി, കൊടിയൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അതെ, ഈ വണ്ടി വന്ന ചേട്ടനാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ കോഫി യൂസ് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ, കുറേ 2-3 പേരുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. മഹേന്ദ്രയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലായിരുന്നു നമ്മുടെ വണ്ടിയുടെ ചാർജ് ചെയ്യുന്നത്. മഹേന്ദ്രയിലെ GM നമ്മുടെ ഒരു മലയാളിയാണ്, നമ്മുടെ പാലക്കാട് സ്വദേശിയാണ്. അപ്പോൾ വണ്ടി എന്തായാലും ഇവിടെ ഒതുങ്ങി കിടക്കും. ഇതാണ് ചേട്ടൻ്റെ വീട്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി കുക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി അന്നേരം തന്നെ ഓരോരുത്തരും ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോ മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുക. കാണുന്നവർക്കെല്ലാം ഭയങ്കര സ്നേഹം, അവരെ വിളിക്കുവാണ്, അവർ നമുക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലയോ വീട്ടിൽ ഇപ്പം ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കുക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ വിട്ടിരിക്കുന്ന ആ ചേട്ടൻ കുക്ക് ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ കോമഡി. ചേട്ടൻ നമുക്കൊരു സഹായം ചെയ്തത് ലാസ്റ്റ് ചേട്ടൻ തന്നെ പണിയായോ എന്നൊരു സംശയം. ചേട്ടനൊരു സഹായം ചെയ്തത് അവസാനം ചേട്ടന് തന്നെ പണിയായോ എന്ന് സംശയം. ഞങ്ങൾക്കൊരു ചെറിയൊരു അടുക്കള മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ താണ്ട് മാറിയിരിക്കുന്നു, ആ ചേട്ടൻ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നു. എടാ, ഇതൊരു മര്യാദയാണോ? ഇതൊരു മര്യാദയാണോ പറ. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം സാധനങ്ങളൊക്കെ കുക്കിംഗ് ആവാറായി. ഞങ്ങളും ചെറുതായിട്ട് സഹായിച്ചു. എന്നാലും ഇത് ഫുള്ള് വെച്ചത് ചേട്ടനാണ്. കപ്പയുണ്ട്, ചോറ്, മീൻകറി, ഇനി വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, അതിപ്പോൾ വരും.